Hey, what's up guys, it's me Jovi here. Welcome back to our channel. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത് വന്നിട്ട് പാർട്ട് 3 വീഡിയോ ആണ്. നമ്മുടെ ശ്രീധരൻ ആശാന്റെ കൂടെയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പുതുതായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. മാന്യ പ്രേക്ഷകരെ, ഞാൻ കരിച്ചൽ ശ്രീധരൻ ആശാൻ. മുമ്പ് ഞാൻ 2-3 വീഡിയോ ചെയ്തു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനി അങ്ങോട്ട് പുതിയതായി പ്രാവ് വളർത്തി തുടങ്ങുന്ന പുതിയ വളർത്തുകാർക്ക് ഞാൻ ചെയ്തു വരുന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കളറോ കണ്ണോ ചുണ്ടോ നോക്കാറില്ല. ഞാനിവിടെ ഇപ്പോൾ ഒരു 3-4 ജോഡി പ്രാവ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളറും കാണിക്കും. അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഞാൻ വൈകുന്നേരം പറത്തിക്കണ്ട നല്ല അറിവും പിന്നെ പറവയും മഴയത്തും വെറിയത്തും ഒരുപോലെ പറക്കാൻ കപ്പാസിറ്റിയുള്ള എൻ്റെ തള്ളയും തന്തയാണ് കാണിക്കുന്നത്. കറക്റ്റായിട്ട് കാണിക്കുകയാണ്. ഇതിൽ കള്ളമൊന്നുമില്ല. ഞാൻ കളറോ ചുണ്ടോ കണ്ണോ ഒന്നും നോക്കാറില്ല. ഞാൻ ആ സെറ്റ് ചെയ്യുന്ന തമിഴ് വാക്കുകളൊന്ന് കാണിച്ചു. വേണ്ട, വെള്ള വാരിക്കറുപ്പും സബ്ചാപ്പുള്ളി, വെള്ള വാരിക്കറുപ്പും സബ്ചാപ്പുള്ളിയും കണ്ണ ചുണ്ട ഒന്നും ഞാൻ നോക്കാറില്ല. ഇതിൻ്റെ തമര് തമര് നല്ല ചുവപ്പായിരിക്കണം. തമരിൻ്റെ 4 ചുറ്റൊന്നും കറുപ്പ് വരാൻ പാടില്ല. കണ്ണ ചുണ്ട ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ തമര് വന്നിട്ട് ഇങ്ങനെ സൈസിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൈസ് ഷേപ്പ് നിൽക്കണം, സ്ട്രെയിറ്റ് ആയിട്ട് മേലിലോട്ട് തെറിച്ചേന്ന് അതിലോ നോക്കാം. ഇത് അതിൻ്റെ യഥാർത്ഥ ആണാണ്. ഇപ്പം ഇട്ടിരുന്ന ജോഡി ഇട്ടേക്കുന്ന ജോഡി കണ്ടാ മേലോട്ട് തെറിച്ച് നിൽക്കണം. ആ ഭാഗങ്ങളിൽ കറുപ്പോ നീല കളറോ ഒന്നും വരാൻ പാടില്ല. കളറൊന്നും നോക്കേണ്ട കാര്യം. ലൈനേജ് ഇത് രണ്ട് ലൈനേജാണ്. ഇത് സബ്ചാപ്പുള്ളി കയറാണ്. ഇത് സബ്ജയ്ക്കും വെള്ള സബ്ജയ്ക്കും എടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത് വേണ്ട. ഒരു തൂവല് മുൻ ജനറേഷനിൽ വാലിൽ വന്നിട്ടുണ്ട്. ചുണ്ടിൻ്റെ തുമ്പ് കറുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ, ഇതാണ് അതിൻ്റെ യഥാർത്ഥ പേര്. ഉണ്ടല്ലോ. ശരി, അടുത്തൊരു പേര് കാണിച്ചു. ഈ തമരിൽ വന്നിട്ട് ലൈന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ചെവല ലൈൻ വരും, അതും കാണിച്ചു. ഈ പ്രാവിന് സെറ്റ് ചെയ്തിരിക്കുന്ന പെട്ട ഇതാണ്. കേട്ടോ, രണ്ടും 2 വഴി പ്രാക്കളാണ്. 2 ജാക്കിപ്പുള്ളി ലൈന്. ജാക്കപ്പുള്ളിയല്ല, ഇത് ജാക്കപ്പുള്ളി. ഇത് ജാക്സീന. ഇത് ജാക്കിനും സുറുമയ്ക്കുള്ളതാണ്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ. കണ്ട, സുറുമ വാല് കണ്ടോ. ഇത് ജാക്ക് ലൈനേജും ഇത് വെള്ള സുറുമയിൽ കലഞ്ഞു വന്നതുമാണ്. അപ്പോൾ ഈ വ്യത്യാസം വരുന്നത് കൊണ്ടാണ് കളർ നോക്കേണ്ട കാര്യം ഇല്ല. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സുറുമയ്ക്ക് സബ്ജയും ജാക്കും ഒക്കെ ചേരും. അപ്പോൾ ഇനി ഇതിൻ്റെ തമര് നോക്കാം. ഈ വാല് കണ്ടല്ലേ, കണ്ടോ, തമര് മേലോട്ട് തെറിച്ച് നിൽക്കും. കണ്ടോ, കണ്ടല്ലേ. ഇനി പെട്ടായിരുന്നു കറക്റ്റായിരിക്കും, ഒരു വ്യത്യാസം വരില്ല. കണ്ടോ, എന്നിട്ട് അങ്ങനെ പ്രാവ് മാറിയിട്ടില്ല. കണ്ട, ഇല്ല. ഇതാണ് വാല്. കണ്ട, കണ്ട, കണ്ണ ചുണ്ട ഒന്നും പ്രശ്നമില്ല. കണ്ട, ആണിൻ്റെ തല നല്ല വലിപ്പമാണ്. ആണായിരിക്കണം, പെണ്ണിൻ്റെ ഇതിൽ തന്നെ നിൽക്കണം. കണ്ടോ, കണ്ടല്ലേ, ഒരു മാച്ചിങ് ഇല്ലാത്ത പ്രാവാണ്. ഇത് മെയിൽ വന്നിട്ട് ഫീമെയിലിനെക്കാട്ടി സൈസ് കൂടുതലായിരിക്കണം. നെഞ്ചിന്റെ ഇതിപ്പോ 4 അല്ലേ?
அப்படியாയിരുന്നു ഉണ്ടല്ലോ. ശരി, ഇതിൻ്റെ തമരയുണ്ട്. ശരി, ഇതിൻ്റെ വാലിൻ്റെ കളർ ഉണ്ടല്ലേ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പെട്ടയാണ് ഇനി കാണിക്കുന്നത്. പെട്ടയുടെ വാല് കണ്ടോ? ഈ ലൈനേജ് കണ്ട. അപ്പോൾ ഈ അറ്റത്തെ ലൈനേജ് ചിറവിൻ്റെ പുറത്തുണ്ട്. അപ്പോഴേക്ക് ഇതിൻ്റെ ഇത് ഞാൻ കാണിച്ചു തന്നല്ലേ ഉണ്ടോ? തടിച്ച് ചുവന്ന് നിൽക്കും, മനസ്സിലായോ? ആ ചുവപ്പിന് ലക്ഷണമാണ് റോസ് ചുണ്ട് കണ്ട. റോസ് പിരിക അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പ്രാവ് സെറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ ആണായിരിക്കണം, പെണ്ണ് പെണ്ണായിരിക്കണം. ഇത് ആൺ പ്രാവാണ് ആദ്യം കാണിച്ചത്. ഇതിൻ്റെ നെയ്ച്ചല് കേട്ടാ 5.5 വിരൽ നീളം കേട്ടാ. ഇനി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിരൽ വെച്ച് നോക്കാം. വെച്ച് നോക്കൂ. ഒരു വിരലൂടെ ഇല്ലേ, 5 വിരൽ. അപ്പോൾ ഇതിന് തരുന്ന പെട്ടയെ നോക്കാം. അതിൻ്റെ വാല് മുറിച്ചപ്പെട്ട 4 വിരലേ ഉള്ളൂ. 4 വിരലൊക്കെ സംശയം തരുന്നു. അപ്പോൾ കണ്ണോ ചുണ്ടോ ഒന്നും നോക്കാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ 5 അല്ലെങ്കിൽ 6 വിരൽ നീളമുള്ള ആണിന് 4 വിരൽ 4 വിരൽ നീളമുള്ള പെട്ടയെ ഇടാം. പിന്നെ വേറൊരു കാര്യം, ആണിൻ്റെ നെഞ്ച് വിരിഞ്ഞ് പ്രാവ് വെളിയിൽ വിടുമ്പോഴൊരു വ്യത്യാസമുണ്ട്. നിലഞ്ഞ് നിൽക്കണം കണ്ട. പ്രാവ് നല്ല ഇതായിരിക്കണം കണ്ട. ഇനി അതിൻ്റെ പെട്ട കിട്ടിയത് വാ 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 കണ്ടാ കണ്ടല്ലേ. പ്രാവ് വേണമെങ്കിൽ എടുത്തോളി പോട്ടെ. ഇതിൻ്റെ കണ്ണൊക്കെ രാധകയുടെ വ്യത്യാസങ്ങളാണ് കണ്ട. ചുണ്ടിൻ്റെ നീളം, ഹെഡ് നല്ല നീളമുള്ളത്. അപ്പോൾ ഈ കാര്യത്തിലോട്ട് വരാം. ഈ വീഡിയോ ഞാൻ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം, മുമ്പ് കുറേ വീഡിയോകൾ ആളുകൾ കണ്ടു, അത് ഉപയോഗപ്പെട്ടെന്നും പറഞ്ഞിട്ടുണ്ട്, പെട്ടില്ല കമൻ്റ് ഇടുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇനി വരുന്ന തലമുറ, ഞങ്ങളെപ്പോലെ കുറേ വയസ്സായ പ്രാവ് വളർത്തുകാരുണ്ട്, അവർക്കൊരുപാട് ശിഷ്യന്മാരുണ്ട്. ഇനി പുതിയതായിട്ട് പ്രാവ് പറത്തലിൽ വരുന്ന ഒരാൾ അല്ലെങ്കിൽ പ്രാവ് വളർത്താൻ വരുന്ന ഒരാൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ പ്രാവെടുത്ത് സെറ്റ് ചെയ്ത് വാഴ കുഞ്ച് വെച്ചെടുക്കുമ്പോൾ കുഞ്ചും നല്ല ആരോഗ്യത്തിൽ കിട്ടും, പിന്നെ തള്ളയും തന്തയും നല്ല ആരോഗ്യത്തിൽ കിട്ടും. എന്നിട്ട് ആ പ്രാവിനെ നമ്മൾ നല്ലവണ്ണം പഴക്കി പറത്തേണ്ട ഒരാവശ്യമുണ്ട്. ഈ വരും തലമുറയ്ക്ക് ആരും ഈ പ്രാവ് പറത്തലിനെ പറ്റി ഇവിടെ നേടി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറേ വീഡിയോകളിൽ ഇതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, കുറേ ശത്രുക്കളെയും സമ്പാദിച്ചിട്ടുണ്ട്. ഈ ശത്രുക്കളെന്ന് പറയുന്നത് വിൽപ്പനടുക്കുള്ളവരാണ്, വേറെ ആരും എൻ്റെ അടുത്ത് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഉദ്ദേശം ഇതാണ്, പുതിയതായി ഒരു പ്രാവ് വളർത്തുകാരൻ വന്നാൽ ആ പ്രാവ് പറക്കുമോ, ഈ പ്രാവ് പറക്കുമോ, അവിടുത്തെ പ്രാവ് പറക്കുമോ, ഇവിടുത്തെ പ്രാവ് പറക്കുമോ എന്ന ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ പറയുന്ന രീതിയിൽ തെമരിങ്ങനെ തന്നെ നിൽക്കണം, തെറിച്ച് നിൽക്കണം. തെമര് തുടങ്ങണതിൻ്റെ അടുത്തൊന്നും കറുപ്പ് കളറോ നീല കളറോ പാടില്ല. തെമരിനകത്തുകൂടെ വള്ളം പോലൊരു ചാലുക, ആ ചാലിനകത്തൂടെ ഒരു ചെവല നൂലുക, അത് ടോപ്പ് വർഗമാണ്. അതുകൊണ്ട് പുതിയ വളർത്തുകാരായാലും പ്രാവിൻ്റെ നിറമോ കണ്ണോ നഖർ പല കളറായി ചെയ്യാലോ ഒരു കുഴപ്പവും. ഈ പ്രാവ് വളർത്തൽ മേഖലകളിൽ ഒരുപാട് പിള്ളേർ പ്രാവ് പറത്താൻ അറിഞ്ഞുകൂടാതെയും നല്ല വില കൊടുത്ത് പ്രാവ് വാങ്ങിക്കൊണ്ട് വന്ന് പറക്കാതെയും വന്നപ്പോഴും നിർത്തിപ്പിക്കുക വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പിള്ളേർ വഴിതെറ്റുന്ന ഏക വിശേഷ കൂട്ടുകെട്ട്. പക്ഷെ ഇവിടെ നല്ല പ്രാവ് വളർത്തുകാരൻ, നല്ല ടൈം പറക്കുന്ന ഒരു പ്രാവ് വളർത്തുകാരൻ പ്രാവുണ്ടെങ്കിൽ അവൻ എങ്ങനെ പെയ്യാലും 6:30-7 മണിക്കകത്ത് വീട്ടിലെത്തിയിരിക്കും.
ഒരു കൂട്ടുകെട്ട ഒന്നും ഉണ്ടാവില്ല. ഞാൻ ഇന്ന് വരെ എടുത്തിട്ടുള്ള സർവേയിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. അവൻ വഴിതെറ്റി പോവില്ല. ഈ പ്രാവിനെ പറത്താനും എടുത്താലും. പക്ഷെ 4-5 ദിവസം പറത്തുമ്പോൾ 5 മണിക്കൂറൊക്കെ പറന്നില്ലെങ്കിൽ മനസ്സ് കയ്ക്കുകയും ഈ പ്രാവ് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ കൂട്ടുകെട്ട് വീട്ടിലിരിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് എത്രത്തോളം തമാശയും കാര്യങ്ങളും പറയാൻ പറ്റും, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവ് വളർത്തൽ നല്ലൊരു തൊഴിലാണ്. കൂടുതൽ എണ്ണം കയറ്റാതിരിക്കുക, അമിത കൂട്ടുകാരെ വരുത്താതിരിക്കുക, കൂടുതൽ കൂട്ടുകാരെ വീട്ടിൽ വരുത്തി പ്രാവുകളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക. നല്ല പ്രാവുകളാണ്. അതുകൊണ്ട് അത് പോയിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാനൊരു വാക്ക് പറഞ്ഞു. 33 ചില്ലറ പറന്ന ഒരാളിൻ്റെ പേര് പറഞ്ഞു, ഇബ്രാഹിം കുഞ്ഞ്. പറന്ന ടൈമിന് മാറ്റമില്ല, പറന്ന ആളിൻ്റെ പേരിന് മാറ്റമില്ല. പക്ഷേ ഞാൻ മലപ്പുറം എന്നാണ് പറഞ്ഞത്. വട്ടിയൂർക്കാവ് രാജൻ ആ രാത്രി തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആശാനെ മലപ്പുറത്തല്ല പാലക്കാടാണ്. ഇതൊരു തിരുത്തായിട്ട് മാന്യ പ്രേക്ഷകരെടുക്കണം. പാലക്കാട് ഇബ്രാഹിം കുഞ്ഞാണ് 33 വെളിയിൽ പറത്തിയത് പറഞ്ഞു തീർന്നു. 33 മണിക്കൂർ 25 മിനിറ്റ്. അതിൽ എത്ര മാസം എത്ര ആഴ്ച അങ്ങേരെ അത്രയും പാടുപെട്ടിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള വേദന അങ്ങേരേക്ക് അറിയാം, പറഞ്ഞിട്ടുള്ള എനിക്കും അറിയാം. അതുപോയിട്ട് വട്ടിയൂർക്കാവ് രാജനെ പറ്റി പറയുകയാണെങ്കിൽ ആടാലോടകത്തിൻ്റെ പച്ചലിയും ആട്ടിൻ്റെ പാലും പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ആക്ഷേപിച്ചു. പണ്ട് നമ്മൾ സഹോദരിയെ അമ്മയെ പ്രസവിക്കുമ്പോൾ ആദ്യമായിട്ട് കുഞ്ഞിന് ആ മുലപ്പാലും അടപതിയൻ എന്ന് പറയുന്ന ഒരു പച്ചലിയുമായിട്ടാണ് മുരയിൽ കൊടുക്കുന്നത്. ആ കുട്ടിയൊക്കെ വാദമോ ചൊറിയോ ചിരങ്ങോ ഒന്നും വരാറില്ല. ആയുർവേദ മരുന്ന് കഴിക്കുന്നവർക്ക് ഒരു സൈഡ് എഫക്റ്റും വരില്ല. 74 വയസ്സായാലും ഞാനിങ്ങനെ ഇരിക്കുന്നില്ല. ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടില്ല. ഞാൻ എപ്പോഴും ആയുർവേദ പച്ചലകളെടുത്ത് സ്വന്തമായിട്ട് അരച്ച് കലക്കിയൊക്കെ കുടിക്കുന്നതാണ്. ആക്ഷേപിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പച്ചല മരുന്ന് ബെസ്റ്റാണ്. ഇവിടെ ഡോക്ടർമാരൊന്നും ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പച്ചല ഉണ്ടെങ്കിലേ നമുക്ക് ഇംഗ്ലീഷ് ഗുളിക ഉണ്ടാക്കാൻ പറ്റും. അത് ആവശ്യം. അതുകൊണ്ട് പുതിയ പ്രാവ് വളർത്തുകാർ നല്ല പ്രാവ് വളർത്തുക, പ്രാവിനെ അന്വേഷിക്കുക. ചിട്ടയാണ് വരുന്നത്. ഇനി അത് പോയിട്ട് പിന്നെ നമ്മളെ പൂവാർ DM ലോക്കിൽ നമ്മളെ സ്നേഹിതന്മാരെ പേര് പറഞ്ഞപ്പോൾ പ്രധാനപ്പെട്ട ഒരു പയ്യൻ്റെ പേര് വിട്ടു. സെയ്ദ് അലി എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ പേര് അതിലെ ഏറ്റവും താല്പര്യമായിട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ്. എന്തായാലും പ്രിയപ്പെട്ട സെയ്ദ് അലി, ഞാൻ ആ പേര് വിട്ടുപോയതിൽ എൻ്റെ കൂടെ ക്ഷമിക്കുക, പൊറുക്കുക. പിന്നെ പ്രാവ് വീണ്ടും പറയുകയാണ്, കളറോ ചുണ്ടോ കണ്ണോ നോക്കിയാൽ പ്രാവ് പറക്കൂല. ആരെങ്കിലുമൊക്കെ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ തമരും വംശവും നോക്കി, ഈ വംശം എന്ന് പറയുന്നതാണ് പ്രശ്നം. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു. ഇപ്പോഴും പറയുകയാണ്, 2 പുള്ളിപ്രാവുകൾക്ക് ഒരു ജാക്ക് വിരിഞ്ഞാൽ അത് ജാക്കാവും, അല്ലെങ്കിൽ ആ പ്രാവിനൊരു സുറുമ വിരിഞ്ഞാൽ അത് സുറുമ ലൈനേജ് ആവില്ല. കളറാണ് സുറുമ, ലൈനേജ് പഴയ അച്ഛൻ്റെ അമ്മേരെ ലൈനേജാണ്. അതാണ് ഞാൻ പറയുന്നത്. ഒരു നല്ല പെട്ടയ്ക്ക് 3 ലൈനേജിലുള്ള ആണ് കുഞ്ചെടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെ തിരിച്ച് കലയ്ക്കുമ്പോൾ നല്ല ലൈനേജ് വരും, ഉറപ്പാണ്. അതൊരിക്കൽ കൂടെ പറയുകയാണ്, പരീക്ഷിക്കുക. പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ, വിജയിച്ചില്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയുക. ഒരു നല്ല പെട്ടയ്ക്ക്, അല്ലെങ്കിൽ ഒരു സബ്ജപ്പെട്ട എന്ന് പറയാം. സബ്ജപ്പെട്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും സബ്ജയായിരിക്കണം, അതിൻ്റെയും അച്ഛനും അമ്മയും സബ്ജയായിരിക്കണം. അതാണ് ഞാൻ വീഡിയോകളിൽ പറയുന്നത്. അവരവരുടെ പ്രാവിൻ്റെ കാര്യം അവരവർക്കേ അറിയാവൂ, മറ്റുള്ളവർക്കറിയില്ല. അതുകൊണ്ടാണ് പ്രാവ് കൊടുക്കുമ്പോൾ പറ്റിക്കല്, ചതിക്കല്, ആവശ്യമുള്ള രൂപ വാങ്ങിക്കും സത്യസന്ധമായിട്ട് പ്രാവ്. അപ്പോൾ അതൊരിക്കൽ കൂടെ പറയുകയാണ്, യഥാർത്ഥ സബ്ജ, ഞാൻ വീണ്ടും പറയുകയാണ്, ആ സബ്ജയുടെ അച്ഛനും അമ്മയും സബ്ജയായിരിക്കണം, അതിൻ്റെയും അച്ഛനും അമ്മയും സബ്ജയായിരിക്കണം. അതാണ് 3ാം തലം. ആ സബ്ജയ്ക്ക് തിരിച്ച് വെള്ള വാലിക്കറുപ്പിലോ, വാലിക്കറുപ്പെന്ന് പറയുന്നത് വെള്ളയിൽ വാല് സബ്ജയായിരിക്കണം, കറുപ്പെന്ന് പറഞ്ഞാൽ ജാക്കാണ്, പെട്ടെന്ന് പറയുന്നതാണ് വാലിക്കറുപ്പ്. സബ്ജ വാലോ, സബ്ജയിൽ ഇറക്ക് വെള്ളയോ, കരി സുറുമയിലോ പ്രാവിടുമ്പോൾ കുഞ്ചോക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? വെള്ളയിൽ സബ്ജവാല, അത് നമ്മുടെ വെള്ള വാലി കറുപ്പെന്നാണ് പറയുന്നത്. ഈ കറുപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സബ്ജവാലിനെയാണ്. എന്നിട്ട് സബ്ജ റെക്ക് വെള്ളയോ സുറുമ കരി സുറുമയിലോ ആണിട്ടാൽ ഓക്കെയാണ് പരീക്ഷിക്കുന്നത്. അപ്പോഴേ ഇതൊരു വാചകമടിയല്ല. ഇത് പലരും ഇവിടെ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുണ്ട്, പറത്തി കാണിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് ഉൾക്കൊള്ളാനാണ് ഞാനിത് പറയുന്നത്. ഇന്നലെ വരെ വളർത്തി വന്നവരും പറത്തിയവരും പറത്താത്തവരും ഇത് ഉൾക്കൊള്ളണമെന്നില്ല. ഈ 2-3 കൊല്ലം കഴിഞ്ഞാൽ ഞാനങ്ങ് എത്തും. അപ്പോഴും പുതിയ തലമുറ തെറ്റുപറ്റാതെ
പ്രാവിന് വേണ്ടി ഓടാതെ, പ്രാവിന് വേണ്ടി പരക്കം പായാതെ 2 ജോഡി വെച്ച് അതിൻ്റെ കുഞ്ചെടുത്ത് വളർത്തിയാൽ മതി. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇത് സത്യസന്ധമാണ്, തീർച്ചയാണ്, ഞാൻ അനുഭവിക്കുന്നതാണ്. അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളെ പയ്യന്മാരൊക്കെ പറത്തി കാണിച്ചു കഴിഞ്ഞ വർഷം. വീണ്ടും ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞത്. പ്രാവിനെ സംരക്ഷിക്കുക, പ്രാവിന് നല്ലവണ്ണം ആഹാരം കൊടുക്കുക. ആഹാരം എന്തൊക്കെ കൊടുക്കണമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാനത് പറയും. അപ്പോഴേ ഈ പ്രാവ് വീട്ടിലുണ്ടെങ്കിൽ പയ്യന്മാർ വഷളാവില്ല എന്ന് ഞാൻ പറഞ്ഞ ആ പയ്യന്മാർ ഏത് രീതിയിലും 6 മണിക്കകത്ത് വീട്ടിലെത്തുമെന്നാണ്. പക്ഷെ ആ പ്രാവ് വളർത്തുന്ന മാതാപിതാക്കളെടുത്ത് നിങ്ങൾ രഹസ്യമായിട്ട് ചോദിച്ചു നോക്കണം. അമ്മ ആഹാരം കോരി വെച്ചിട്ട് മോനെ തിന്നടാ എന്ന് പറഞ്ഞാൽ അമ്മ വൈകിട്ട് ഒരു 8 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ അവൻ ആഹാരം എല്ലാം പ്രാവിന് കൊടുത്ത് മുത്തി നക്കി കൂട്ടിലിട്ട് കുളിച്ച് ഒരുങ്ങി വന്നിട്ട് ചിലപ്പോൾ 10:30 അവൻ ആഹാരം കഴിക്കുന്നത്. ആഹാരം കഴിക്കാൻ വരെ മറക്കും യഥാർത്ഥ പ്രാവ് സ്നേഹിയായ ഒരു പ്രാവ് വളർത്തുകയാണ്. അപ്പോഴവന് ഈ പ്രാവിൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റിയില്ല എങ്കിൽ അവൻ 2 പയ്യന്മാരോടെ കൂട്ടുകൂടും. ആ 2 പയ്യന്മാർ ഇത്തിരിച്ച ചുണ്ടിൻ്റെ അടിയിൽ വയ്ക്കുന്നവനും മദ്യപിക്കുന്നവനുമായിരിക്കും. ഒരു 5-6 ദിവസം കഴിയുമ്പോൾ യവനും അതങ്ങ് തുടങ്ങും. പിന്നെ അച്ഛനമ്മമാരെ കണ്ടുകൂടാ, സഹോദരങ്ങളെ കണ്ടുകൂടാ, പിന്നെ അവൻ താന്തോന്നിയായിട്ട് മാറും. പ്രാവ് പറത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തികളും 6 മണിക്ക് ശേഷം മറ്റൊരു വീട്ടിൽ പോയതായിട്ട് ചരിത്രമില്ല. പിന്നെ പന്തയം നടക്കുമ്പോഴൊക്കെ ചെന്ന് നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ പയ്യന്മാർ ചീട്ടുകളി പഠിക്കും, പാമ്പരാക്ക് പഠിക്കും, പൈസയ്ക്ക് വേണ്ടി മയക്കുമരുന്ന് കച്ചവടത്തിന് പോകും, അല്ലെങ്കിൽ അതിന് കൂട്ടി നിൽക്കാൻ പോകും. അതുകൊണ്ട് ഈ മാതാപിതാക്കളോട് ഞാൻ പറയുകയാണ്, പണ്ട് പ്രാവ് വളർത്തുന്നത് ദോഷമെന്നൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പം മാറി. ഇപ്പം അമ്മയും അപ്പനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് പ്രൈസുകൾ വാങ്ങിക്കുന്നുണ്ട്. 5 വയസ്സായ പെൺകുട്ടി വരെ സ്റ്റേജിൽ കയറി പ്രൈസ് കപ്പ് വാങ്ങിച്ച് ഞാൻ ഇരുന്ന സദസ്സ്. പ്രാവ് വളർത്ത് ഒരു ദോഷമല്ല. പക്ഷെ വളർത്താൻ തുടങ്ങുന്ന പിള്ളേരാണായാലും പെണ്ണായാലും, ആൺചി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പ്രാവ് പറത്തിയിട്ടുണ്ട്, വീട്ടമ്മയാണ്. അപ്പോൾ പ്രാവ് പറത്താൻ തുടങ്ങുന്ന പയ്യന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാവ് എണ്ണം കൂട്ടൽ ചിലവ് കൂടും, വീട്ടുകാർക്ക് അലോസരമാകും. 4 ജോഡി പ്രാവ് ഒരു 8 എണ്ണം പറത്താൻ 2-3 ജോഡി കുഞ്ഞെടുക്കുക. അപ്പോൾ 1 കിലോ ഗോതമ്പിൽ കാര്യം ചെയ്യും. പറത്ത് സമയത്ത് ഈ 4 ജോഡിക്കും ഒത്തിരി ചിലവ് വരും. അതുകൊണ്ട് പ്രാവ് വളർത്ത് ദോഷമല്ല. പ്രാവ് വളർത്തുന്ന ഒരു പയ്യനെ ഒരു രക്ഷകർത്താക്കളും വിലക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്, അവൻ സന്ധ്യയ്ക്ക് വീട്ടിൽ വരും. ഇന്ന് കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകമാണ്. ഇന്ന് തെറ്റ് ചെയ്തവനങ്ങ് പോവും, കണ്ടുകൊണ്ട് വരുന്നവനായിരിക്കും അകത്താകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളെ നിയമത്തിൻ്റെ മുമ്പ് കണ്ടിട്ടുണ്ട്. നമ്മുടെ നിയമത്തിന് തെളിവാണ് അവൻ ചെയ്തോ അല്ലെങ്കിൽ അവൾ ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്തോ എന്നുള്ളതല്ല. അതുകൊണ്ട് പ്രാവ് വളർത്ത് ഒരിക്കലും ഒരു പയ്യന് ദോഷകരമായിട്ട് വരില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളെ ഈ 5 പേരിലും 5ആയിട്ടാണ് ഇരിക്കുന്നത്. ചില പ്രാവ് വളർത്തുകാരുണ്ട് കൂട്ടുകൂടി കുടിക്കുന്നവൻ്റെ കൂടെ, കുടിക്കുന്ന പ്രാവ് വളർത്തുകാരൻ്റെ കൂടെ കുടിച്ച് അവിടെ മിച്ചറും കടന്നയൊക്കെ വാങ്ങിച്ച് വെച്ച് തിന്ന് മോശമായി പോകുന്ന പയ്യന്മാരും ഉണ്ട്. അത് 100-ൽ ഒരു 2 എണ്ണേ കാണും. ആശാൻ പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോൾ നമ്മൾ പ്രാവ് വളർത്തുമ്പോഴേ സ്ട്രെസ് ഇതൊക്കെ ഉണ്ടല്ലോ, സ്ട്രെസ് ഡിപ്രഷൻ അങ്ങനെയുള്ള ഒരു സ്റ്റേജിലേക്ക് പോകൂലേ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ പോലും ഈ കുറച്ചു നേരം കൂട്ടി പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ ആ ഒരു ടെൻഷൻ എല്ലാം ഒന്ന് ഇതായി മാറും. എത്രയോ മാതാപിതാക്കൾ എൻ്റെ മോൻ ചോറ് തിന്നാൻ വിളിച്ചാൽ 10 മണിക്ക് പ്രാവിനെ എല്ലാം കുളിപ്പിച്ച് അകത്ത് കയറ്റി കിടത്തിയിട്ടേ വന്ന് തിന്നുള്ളൂ എന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യവുമാണ്. സത്യം പറഞ്ഞാൽ പിള്ളേർക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കായ പോലും 2 പ്രാവ് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അവര് പക്ഷെ ഈ നല്ലതാണെങ്കിലും അവൻ പഠിത്തവും കാര്യങ്ങളും അവന്റെ ആരോഗ്യങ്ങളും നോക്കിയിട്ട് പ്രാവ്. അതാണ് ഞാൻ പറഞ്ഞ, പ്രാവ് വളർത്തുന്ന ഒരാള് 9 മണിക്ക് ശേഷം അവന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമേ പ്രാവ് കൂട്ടിൽ കയറാം. പ്രാവ് കുട്ടി കയറി 1 മണിക്കൂർ അതിൻ്റെ കൂടെ ഇരുന്നിട്ട് കുളിച്ചും കൊണ്ട് ചോറും തിന്നും കൊണ്ട് അങ്ങ് കിടക്കും. പഠിക്കുന്ന സമയത്ത് പഠിക്കും. അല്ലാതെ ഓടി ഓരോ പയ്യന്മാരെ കൊണ്ടുവന്ന് പ്രാവ് കാണിക്കാനും അവൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പ്രാവ് കാണാൻ പോകാനും അത് വഷളായ കാര്യം. അങ്ങനെ ഒരു പ്രാവ് വളർത്തുകാരും പോകരുത്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവ് വാങ്ങിച്ച് വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കുക, വളർത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞാൻ വെല്ലുവിളിച്ച് പറയാണ്, എന്നെപ്പോലെയുള്ള എനിക്ക് ആത്മാർത്ഥതയുണ്ട്. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. തെളിവ് നിരത്തിയാൽ ഞാൻ സമ്മതിക്കാം. എന്നെപ്പോലെയുള്ള ഒരുപാട് പഴയ പ്രാവ് വളർത്തുകാരുണ്ട്. പക്ഷെ അവരെ ആരും ഇവർ വില കൽപ്പിക്കുന്നില്ല. അവരുടെ പഴയ ലൈനേജ് പ്രാവുകളൊന്നും അവർ വകവയ്ക്കുന്നില്ല. അപ്പോൾ അവരുടെ ഉപദേശം തേടിക്കൊണ്ട് 2-3 ജോഡി പ്രാവ് വെച്ച് തുടങ്ങുക. തീർച്ചയായിട്ടും എല്ലാവർക്കും പറത്താൻ സാധിക്കും. പിന്നെ ഈ ചിലവർ ചോദിക്കും 20 പറത്താക്കുന്നത് 30 പറത്താക്കുന്നത്.
ഇവിടെ ഒരുപാട് ടൈം വെച്ചവരൊക്കെ പിന്നീട് ആ ടൈമിൻ്റെ അടുത്ത് വന്നിട്ടില്ല. എത്ര സൂക്ഷിച്ച് വളർത്തിയാലും പ്രാവ് പറവ എന്ന് പറയുന്നത് അന്നത്തെ ദിവസം ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കും പോലെയാണ്. അന്നത്തെ ലക്കിയാണ്. അന്ന് പറന്നു. പക്ഷെ നമുക്കൊന്ന് അനുമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം, നമുക്ക് അഭിമാനിക്കാം. നമ്മളെ പ്രാവ് ഇത്ര സമയം പറവ കണ്ടിട്ട് തന്നെയാണ് പന്തയം വിട്ടത്. പന്തയത്തിൻ്റെ അന്ന് പ്രാവിനെന്തോ പ്രശ്നങ്ങളുണ്ടായി പറത്തുന്നില്ല, അതിൽ നമുക്ക് സങ്കടവും. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത്, കോഴിക്കോട് കാഞ്ഞിരംകുളത്തുനിന്ന് താമസത്തിന് പോയ കുടുംബം അവർ പറഞ്ഞിട്ടുണ്ട്, പഴയ നാലുകെട്ടാണ് ഇന്നത്തെ കാഞ്ഞിരംകുളം. പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് അറിയില്ല. പഴയ നാലുകെട്ടിൻ്റെ ചരിത്രവും പുതിയ കാഞ്ഞിരംകുളത്തിൻ്റെ ചരിത്രവും ആശാൻ ഒന്ന് ചുരുക്കി പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേട്ട മനുഷ്യന് വേണ്ടിയിട്ട് എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുകയാണ്. തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ക്ഷമിക്കണം. നാലുകെട്ട് എന്ന് പറയുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് നാലുകെട്ട് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. കാരണം 4 റോഡ് തിരിയുന്നത് കൊണ്ടാണ് നാലുകെട്ട്. വലത്തോട്ട് പൂവാറും ഇടത്തോട്ട് ബാലനാരവും ഫ്രണ്ടിലോട്ട് പഴയടയിലോട്ടും തിരിച്ച് പുല്ലുകള പൂവാറിലോട്ട് പോകുന്ന 4 റോഡ്. അവിടെ പഴയ നാലുകെട്ടിന് ഒരു ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ മർമ്മ തിരുമ ആശാന്മാരുടെ ഭയങ്കര പേരെടുത്ത ആശാന്മാരുള്ള ഒരു സ്ഥലമായിരുന്നു കാഞ്ഞിരംകുളം. അവിടെ അന്നത്തെ പേരെടുത്ത ആശാന്മാരെന്ന് പറയുന്നത് ശവിയൻവിള ചണ്ണിയാശൻ, ലൂർദിപുരം ചെല്ലയനാശൻ, ചാവടിയിലെ വെള്ളലുമ്പെന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടനാശൻ രാജയനാശൻ, കാഞ്ഞിരംകുളം കയ്യംവിളയിലെ മാധവനാശൻ, കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ നിന്ന് മാലംകുളത്തോട്ട് ഇറങ്ങുമ്പോൾ ഇടതുവശത്ത് കുട്ടപ്പനാശൻ, യോഹയുടെ ആശാനാണ് കുട്ടപ്പൻ. ഇത്രയും വലിയ ആശാന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമായിരുന്നു നാലുകെട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാഞ്ഞിരംകുളം. അതുപോയിട്ട് ഈ നാലുകെട്ടിൻ്റെ മറ്റൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹാക്കന്മാർക്ക് ജന്മം കൊടുത്ത സ്ഥലമാണ്. എം സുന്വേഷണം നാടാർ, എം നീലഗോവിന്ദദാസൻ നാടാർ, എൻ ശക്തൻ നാടാർ, ഇപ്പോൾ മുൻ മന്ത്രി ജഗദീശ്ചന്ദ്ര ബാജ്. എന്നിട്ട് ജനതാ ഹോട്ടൽ, കൃഷ്ണ ഹോട്ടൽ, മുരുകൻ ഹോട്ടൽ, കീർത്തി ഹോട്ടൽ, ഈ ഹോട്ടലുകളുടെ നല്ല ഒരു കലവറയാണ്. അത് പോയിട്ട് ഈ മുരുകൻ ഹോട്ടലിൻ്റെ ഉടമ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ ഹോട്ടലുകളെല്ലാം ഇരിപ്പുണ്ട്. ഈ ജനതാ ഹോട്ടൽ എന്ന് പറയുന്നത് സഹാബ് ചെല്ലപ്പൻ നാടാരുടെ ഹോട്ടലാണ്. ആ സഹാബ് ചെല്ലപ്പൻ നാടാരുടെ മകനാണ് മുൻ ബ്ലോക്ക് മെമ്പറായിരുന്ന ഡൽഹി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കാഞ്ഞിരംകുളത്തിൻ്റെ ഒരു പ്രധാന ഒരു അത്ഭുതം എന്ന് പറയുന്നത് മർമ്മ ആശുപത്രി, ഹോമിയോ ആശുപത്രി, ആയുർവേദ ആശുപത്രി, തിരിച്ച് ടെലിഫോൺ ഓഫീസ്, വാട്ടർ അതോറിറ്റി, ഇലക്ട്രിസിറ്റി ബോർഡ്, നല്ല PKS സ്കൂള്, മുക്കില ഗേറ്റ് സ്കൂള്, അത് പോയിട്ട് ശിവയാനി പള്ളി, പിന്നെ നീതി സ്റ്റോർ, സപ്ലൈകോയുടെ സ്റ്റോർ, മാവേലി സ്റ്റോർ, നീതി മെഡിക്കൽ സ്റ്റോറുകൾ, എല്ലാ സ്ഥാപനങ്ങളും 1 കിലോമീറ്ററിനകത്താണ്. അതിലപ്പുറത്ത് പിന്നും ഒരു അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. നെല്ലിക്കക്കുടി ആനന്ദ കലാകേന്ദ്രത്തിലെ വിൻസെന്റ്, തെക്കൻ തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്ത്, തിരുവനന്തപുരം ജില്ലയുടെ തെക്കേ അറ്റത്ത് കാഞ്ഞിരംകുളത്ത് നെല്ലിക്കാക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ലളിതകല അക്കാദമിയുടെ പുരസ്കാരം നേടിയ ഒരു മാന്യ വ്യക്തിയാണ് ഈ വിൻസെന്റിന്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുക. അത് പോയിട്ട് ഇന്ന് മികച്ചു നിൽക്കുന്ന, എൻ്റെ അറിവിൽ മികച്ചു നിൽക്കുന്ന ഒരു ലബോറട്ടറിയാണ് ജോയി ലബോറട്ടറി. ഏതാണ്ട് 38-40 വർഷത്തെ പാരമ്പര്യമുണ്ട്. അതിൻ്റെ അടുത്ത് വന്നതാണ് ട്രീനി, ഇപ്പോൾ ആക്സ്വാസ്, അങ്ങനെ ഒരു ഇതുണ്ട്. അത് പോയിട്ട് ഇനി എനിക്ക് പറയാനുള്ള ഒരു നല്ല കാര്യം, ഇത് നാലുകെട്ടിൻ്റെയും കാഞ്ഞിരംകുളത്തിൻ്റെയും പഴമ പറയുന്നത്. കാഞ്ഞിരംകുളത്തിൻ്റെ ജംഗ്ഷൻ്റെ ഹൃദയഭാഗത്ത് ലാവണ്യ ബേക്കറി, നാലുകെട്ട് ഏജൻസി എന്ന് പറഞ്ഞ ഏജൻസി, ആനന്ദൻ എന്ന് പറയുന്ന ആളാണ് നാലുകെട്ട് ഏജൻസി. പക്ഷേ നാലുകെട്ട് ഏജൻസിയെ പോലെ തന്നെ ചിന്നക്കട, മണിയൻ്റെ കട, ഇതുപോലെ ഒരുപാട് കാഞ്ഞിരംകുളത്ത് സ്റ്റോർ കടകളുണ്ടെങ്കിലും നാലുകെട്ട് ഏജൻസി ഇത്തിരി കൊള്ളാമെന്നുള്ളൊരു കടയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോയിട്ട് തന്നെ ലാവണ്യ ബേക്കറി, ജിൻരാജ്, പുള്ളിക്കാരൻ സവിത ടെക്സ്റ്റൈൽസിൽ കൂടിക്കുന്ന ആളാണ്. പുള്ളിക്കാരൻ അവിടെ നിന്ന് മാറി ഒരു ബേക്കറി തുടങ്ങുകയും തുടർന്ന് ഒരുപാട് വളർച്ചയിലെത്തുകയും ഇന്ന് നേറ്റങ്കര താലൂക്കിൽ തന്നെ 70ഓളം പേർക്ക് സ്ഥിരമായി ആണിനും പെണ്ണിനും പണി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ലാവണ്യ. അതുമാത്രമല്ല, പുള്ളിക്കാരൻ ഒരുപാട് നിർധനരായവരേക്ക് സഹായിക്കുകയും അതുപോയിട്ട് ചാരിറ്റബിൾ സെറ്റിൻ്റെ പേരിൽ പുള്ളിക്കാരന് നമ്മളെ ബിഷപ്പ് പുല്ലുവള RC പള്ളിയിൽ വെച്ച് ഉപകാര സ്മാരകമായ ഒരു മൊമെൻ്റം സഹായിക്കുകയും ആദരിക്കുകയും ചെയ്തു. തിരിച്ച് കോവിഡ് കാലത്ത് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷൻ്റെ പോലീസുകാർക്ക് ആഹാരവും വെള്ളം എത്തിച്ചതിൻ്റെ പേരിൽ അവരും ഒരു മൊമെൻ്റം കൊടുക്കുകയും പുള്ളിക്കാരനെ ആദരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലുപരി പുള്ളി ഭയങ്കര സഹായങ്ങൾ, ഈ ചെയ്യുന്ന സഹായങ്ങൾ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ ലാവണ്യ ബേക്കറി മുതലാളി ജയൻരാജ്. പുള്ളി വളരെ പ്രയാസപ്പെട്ട് വളർന്നു വന്ന് തൊഴിലാളികളുടെ ഇത്ര സ്നേഹവും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കരമായി സഹായിക്കുകയും ഒരു അന്യ എന്നുള്ളതിൽ പല സംസ്ഥാനക്കാരുള്ളത്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ ഇത് പറയുന്ന കാര്യം പുള്ളിയെടുത്ത് അനുവാദം ചോദിച്ചിട്ടില്ല. കാഞ്ഞിരംകുളത്തിൻ്റെയും നാലുകെട്ടിൻ്റെയും പഴമ പറയുന്നത് കൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. പുള്ളിക്ക് എന്തായാലും വിഷമമുണ്ടാക്കി എന്നോട് വെച്ച് കാണിക്കുന്നത് എൻ്റെ വലിയ കാര്യമാണ്. എന്നിട്ട് പുള്ളിയുടെ വിശ്വസ്ത ഒരു തൊഴിലാളിയുണ്ട്, ജയൻ, നമ്മളെ കാഞ്ഞിരംകുളം ആട്ട ഇടുന്നിടത്ത് ലാവണ്യ ബേക്കറിയിലെ സെയിൽസ്മാനാണ്. ഒരു തൊഴിലാളിയും തൊഴിലാളികളായിട്ട് കണ്ടിട്ടില്ല, സ്വന്തം സഹോദരങ്ങളായിട്ടാണ് ഈ ജില്ലയിൽ കാണുന്നത്. പുള്ളിക്കും ഈ ചാരിറ്റബിൾ നടത്താനും ഇനിയും സ്ഥാപനങ്ങൾ മുന്നോട്ട് വളർന്ന് കൂടുതൽ തൊഴിലാളികളെ നിർത്താനും സർവശക്തൻ ആരോഗ്യവും ദീർഘായുസ്സും മനസ്സും വളർച്ചയും കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുക. തുടർന്ന് ഓക്കെ ആശാൻ, അപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ട് അത്യാവശ്യം ഇതിൻ്റെ തമ്മിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആശ ഇപ്പം ബ്രീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏത് രീതിയിലാണ് സെറ്റ് ചെയ്യുന്നുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വന്നിട്ട് ഈ പറവ ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവർ ഗുഡ് ബൈ.